നമസ്കാരം. ലോകം ആകാംക്ഷയോടെയും അതിലേറെ ഭീതിയോടെയും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതിശക്തമായ തോതിലുള്ള ഒരു സൗര കൊടുങ്കാറ്റ് ഇന്ന് വീശിയടിക്കാൻ സാധ്യതയുണ്ട് എന്ന് വളരെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ശാസ്ത്രജ്ഞന്മാർ. ഇതിൻ്റെ പ്രത്യാഘാതം പല രാജ്യങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പലരും അങ്ങേറ്റം മുൻകരുതലെടുത്താണ് ഇപ്പോൾ ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെയും ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെയും വരെ ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 14,300 വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ഏറ്റവും ശക്തമായ തോതിലുള്ള ഇത്തരം ഒരു സൗരക്കാറ്റ് ഉണ്ടായത്. അന്ന് ഇത്രയും വലിയ ഒരു സൗരക്കാറ്റുണ്ടായതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും ഫ്രാൻസിലെ ഒരു പ്രത്യേക ഭൂവിഭാഗത്തിൽ കാണാം എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇവിടെ നിന്നിരുന്ന മരങ്ങൾ മൊത്തത്തിൽ കരിഞ്ഞുപോയി എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കാണാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വീശിയടിച്ച കൊടുങ്കാറ്റിലുണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്നാണ് പലരും ഭയപ്പെടുന്നത്. വിമാന സർവീസുകളെ വരെ ഈ ഒരു സൗരക്കാറ്റ് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയിലെ ഏതാണ്ട് 19ഓളം സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ആഘാതം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതിനായിട്ടുള്ള മുൻകരുതലുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഒരു സൗരക്കാറ്റ് ഭൂമിയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു കാഴ്ച അനുഭവമായിരിക്കും നമുക്ക് സമ്മാനിക്കുക എന്നാണ് പറയപ്പെടുന്നത്. സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജ്ജത്തെയും വെളിച്ചത്തെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. സൂര്യനിൽ നിന്നും ശബ്ദാതിവേഗത്തിൽ കുതിച്ചു നീങ്ങുന്ന താപകാന്തിക പ്രവാഹമാണ് സൗരക്കാറ്റ്. സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൗരകളങ്കങ്ങൾ എന്ന് അറിയപ്പെടുന്ന അവയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതിലെ കാന്തിക വലയങ്ങളാണ് ഈ സൗരക്കാറ്റിന് അടിസ്ഥാനപരമായി കാരണമാകുന്നത് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. സൗരക്കാറ്റ് വീശുന്ന ഘട്ടത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി വിതരണത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും താക്കീത് നേരത്തെ തന്നെ ഗവേഷകർ നൽകിയിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പല സംവിധാനങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. റേഡിയോ ബന്ധങ്ങളെയൊക്കെ തന്നെ ഇത് ദോഷകരമായി ബാധിക്കും. സാധാരണഗതിയിൽ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം സൂര്യനുമായി കുറച്ചുകൂടെ അടുത്ത് എത്തി നിൽക്കുന്ന പ്രദേശങ്ങളെ ആയിരിക്കും ഇത് ദോഷകരമായി ബാധിക്കുക. എങ്കിലും ഇത് സംബന്ധിച്ചുള്ള കാഴ്ചകൾ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് കാണാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. കാഴ്ചയിൽ ഇത് അതിമനോഹരമായി തന്നെ കാണപ്പെടും. എങ്കിലും ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ശാസ്ത്രം ഇത്രയധികം വളർച്ച പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ സൗരക്കാറ്റിനെയൊക്കെ തന്നെ നേരിടാൻ പര്യാപ്തമായ സംവിധാനങ്ങൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും നാസ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ബഹിരാകാശ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച ഗഹനമായ നിരീക്ഷണത്തിലാണ്. ലോകമെമ്പാടുമുള്ള വാനനിരീക്ഷകരൊക്കെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു സൗരക്കാറ്റിനെ നോക്കിയിരിക്കുന്നത്.